കോട്ടയത്ത് ആകാശപാതയെ ചൊല്ലി രാഷ്ട്രീയ പോര് രൂക്ഷമാകുന്നു. പദ്ധതി നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് UDF ഉപവാസ സമരം തുടങ്ങി. MLA-മാരും MP-മാരും പങ്കെടുക്കുന്ന ഉപവാസ സമരം രമേശ് ചെന്നിത്തലയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ജനങ്ങളെ ദുരിതത്തിലാക്കിയ സർക്കാർ ജനങ്ങളോട് മറുപടി പറയണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. UDF-ന്റെ ആകാശപാത സമരത്തിനെതിരെ CPIM പരാതി നൽകി. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ടോബി, വലിയ രാഷ്ട്രീയ വിവാദം നേരത്തെയും ഈ ആകാശപാതയുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ വീണ്ടും പ്രത്യക്ഷ സമരങ്ങൾ സജീവമാകുന്നു. എന്താണ് UDF ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്? CPIM-ന്റെ പരാതി എന്ത്? വിശദാംശങ്ങൾ എങ്ങനെ ടോബി? അവകാശമായ നടപടിയിലൂടെ നമുക്ക് കാണാൻ കഴിയും. മന്ത്രി കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഇത് പൊളിച്ചു മാറ്റുമെന്നൊരു പ്രസ്താവന നടത്തിയ സാഹചര്യത്തിലാണ് ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പല്ല ഒരു പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാൻ UDF തീരുമാനിച്ചത്. അതായത് ചെന്നിത്തലയുടെ വാക്കുകൾ തന്നെ കടമെടുക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ഈ പദ്ധതി പൊളിച്ചു മാറ്റാൻ അനുവദിക്കില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ രമേശ് ചെന്നിത്തല പറഞ്ഞു വച്ചിരിക്കുന്നത്. 1.5 വർഷത്തിനുള്ളിൽ പദ്ധതി നടപ്പാക്കിയില്ലെങ്കിൽ ആളുകൾ അത് നടപ്പാക്കും എന്നാണ്. ടോബിയിലേക്ക് അല്പസമയത്തിനകം തന്നെ തിരികെ എത്താം. ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്, അത് പരിഹരിച്ച ശേഷം ടോബിയിലേക്ക് ഇതിൻ്റെ വിശദാംശങ്ങളുമായി എത്താം. കോട്ടയത്ത് ആകാശപാതയെ ചൊല്ലി രാഷ്ട്രീയ പോര് അത് രൂക്ഷമാവുകയാണ്. പദ്ധതി നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് UDF ഉപവാസ സമരം തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മന്ത്രി KB ഗണേഷ് കുമാർ ഇത് പൊളിച്ചു നീക്കണം എന്നുള്ള കാര്യം മുന്നോട്ട് വെച്ചിരുന്നു. MLA-മാരും MP-മാരും പങ്കെടുക്കുന്ന ഉപവാസ സമരം രമേശ് ചെന്നിത്തലയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ടോബി ജോൺസൺ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ടോബി, തുടരാം. ടോബി, രാവിലെ 10 മണിക്ക് തന്നെ സമരം ആരംഭിച്ചു. സമരം ആരംഭിച്ചതിന് തൊട്ട് പിന്നാലെ രമേശ് ചെന്നിത്തലയാണ് ആദ്യം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് എത്രയും വേഗം തന്നെ ഈ പദ്ധതി പൂർത്തിയാക്കണം, ഇത് പൊളിച്ചു മാറ്റാനുള്ള നീക്കം അത് ഒരു കാരണവശാലും UDF അനുവദിച്ചു തരത്തില്ല, അതിനുവേണ്ടി ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് തന്നെ കടക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ഒരു 1.5 വർഷം കൊണ്ട് പദ്ധതി നടപ്പാക്കിയില്ലെങ്കിൽ ആണുങ്ങൾ അത് നടപ്പാക്കാൻ വരും എന്നുള്ളൊരു നിലപാട് പോലും രമേശ് ചെന്നിത്തല എടുക്കുന്നത് കണ്ടു. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഉപവാസ സമരം, ഒരു ദിവസം ഉപവാസ സമരം നടക്കുന്നത്. രാവിലെ 10 മണിക്ക് ആരംഭിച്ച ഉപവാസ സമരം വൈകുന്നേരം 6 മണി വരെ നീണ്ടുപോകും. ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം CPM ഇവിടേക്ക് ഒരു പ്രതിഷേധ മാർച്ച് വെച്ചിട്ടുണ്ട്. അതായത് ഇത് അശാസ്ത്രീയമാണ്, ഇത് പൊളിച്ചു മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ടാണ് CPM-ന്റെ പ്രതിഷേധം. അതിനിടയിൽ ഇപ്പോൾ നടക്കുന്ന ഈ സമരം അത് ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പരാതിയുമായി CPM രംഗത്ത് വന്നിരിക്കുന്നു. അങ്ങനെ രാഷ്ട്രീയ വിവാദത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. നഗരസഭയിലേക്കും MG റോഡിനോടും പോകാനുള്ള വഴിയാണിത്. അവിടെയാണ് അനുമതിയില്ലാതെ ഇത്തരത്തിലൊരു സമരം നടത്തുന്നത് എന്നൊരു ആക്ഷേപമാണ് ഇപ്പോൾ CPM ഉന്നയിക്കുന്നത്. എന്തായാലും ഈ ആകാശപാതയെ ചൊല്ലിയുള്ള തർക്കം അത് തുടരുകയാണ്. CPM ഉച്ചയ്ക്ക് ശേഷം മാർച്ച് നടത്തും. ഇന്നലെ കേരള കോൺഗ്രസ് M ഇവിടെ ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. അങ്ങനെ വലിയ ചർച്ചയിലേക്ക്, രാഷ്ട്രീയ ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനുള്ളത്. ടോബി ജോൺസൺ വിവരങ്ങൾ നൽകുകയായിരുന്നു കോട്ടയത്ത്.